അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാന്യ ശ്രോതാക്കളെ, നാം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനേകം ഹദീസുള്ള മത്തങ്ങ ചുരക്ക, അവയുടെ ഫാമിലിയിൽപ്പെട്ട ഓരോ പച്ചക്കറികളെ പറ്റിയാണ്. ഇന്ന് ചർച്ച ചെയ്യുന്നത് പീച്ചിങ്ങയെ പറ്റിയാണ്. നരമ്പൻ എന്നൊക്കെ പറയുന്ന റിഡ്ജ് ഗോഡിനെ പറ്റിയാണ്. മംഗലാപുരം ഭാഗത്ത് ധാരപ്പീര എന്ന് പറയുന്നുണ്ട്. ഇതിന് ഒരുപാട് മെഡിക്കൽ ബെനിഫിറ്റ്സുകൾ, ഔഷധ ഫലങ്ങളുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഔഷധങ്ങളൊക്കെ നമ്മുടെ ഈ രോഗങ്ങളെ തടയുന്ന, രോഗങ്ങളെ കുറക്കുന്ന, രോഗം വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഔഷധങ്ങളൊക്കെ നമ്മുടെ കിച്ചണിലും കിച്ചൻ്റെ മുറ്റത്തുള്ള ആ ഗാർഡനിലും ആ തോട്ടത്തിലും ധാരാളം ഉണ്ട്. അതിനെപ്പറ്റി പഠിച്ച് ആ ഔഷധമാണ് ആദ്യം ഉപയോഗിക്കേണ്ടത്. തീർച്ചയായിട്ടും അത് നേരെ നാം ഉപയോഗിക്കുന്ന പക്ഷം, ഔഷധം എന്ന് പറഞ്ഞാൽ അതിന് നാം ഉപയോഗിക്കണം. കറി വെച്ചോ വേറെന്തെങ്കിലും വഴിയിലോ അത് നാം കഴിക്കുകയോ അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുകയോ വേണം. എന്നാൽ ഈ രോഗങ്ങളൊന്നും തീർച്ചയായും ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ പീച്ചിങ്ങയെ പറ്റി അതിന് വലിയ ഒരു പ്രത്യേകത ഉണ്ട്. വളരെ ചുരുക്കത്തിൽ പറയുന്നു, അത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. കണ്ണിന് ഉണ്ടാകുന്ന രോഗങ്ങളെ അത് തടയും. അങ്ങനെയുള്ള ഒരു ശക്തി ഈ പീച്ചിങ്ങ ഇതിനുണ്ട്. അതേപോലെ തന്നെ ഇന്ന് കൂടുതലായി നാം കേൾക്കാറുള്ള അനീമിയ, രക്തത്തിൻ്റെ കുറവ്, അതിനെ ഇല്ലാണ്ടാക്കാനും രക്തം കൂട്ടാനും വളരെ നല്ലതാണ് ഈ സാധനം. ഈ പീച്ചിങ്ങയെ നാം ദൈനംദിനം കഴിക്കുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കൂടെ അത് നമുക്ക് ഇത്തരം അനീമിയയെ ചെറുക്കാൻ, അതിനെ ഇല്ലാണ്ടാക്കാൻ, അതായത് രക്തക്കുറവ് എന്നുള്ള ഒരു അവസ്ഥയെ ഇല്ലാണ്ടാക്കാൻ വളരെ സഹായകരമാകും. നമ്മുടെ വെയിറ്റ് കുറയാനും, ഇന്ന് കൂടുതലും നാം കാണുന്നത് പൊണ്ണത്തടിയന്മാരെയാണ്. അപ്പോൾ ഈ പൊണ്ണത്തടി കുറക്കാൻ വളരെ നല്ലതാണ് ഈ പീച്ചിങ്ങ. മലബന്ധത്തെ അതിൽ നിന്ന് ഒരു മുക്തി നേടാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ നല്ലതാണ് പീച്ചിങ്ങ. അതിൻ്റെ ജ്യൂസ് ഒരു സ്വല്പം തേന് ചേർത്ത് കഴിക്കണം, എന്നാൽ മലബന്ധം ഇല്ലാണ്ടാകും. നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം, ഫങ്ഷന് വളരെ നന്നായി നടക്കാൻ ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ പ്രമേഹ രോഗം, മധുരത്തിൻ്റെ രോഗം എന്ന് നാം പറയാറുള്ള ആ മധുരം, അതിനെ നമ്മുടെ ശരീരത്തിൽ, രക്തത്തിൽ കുറക്കാനും, ആ മധുരത്തിൻ്റെ, പ്രമേഹത്തിൻ്റെ രോഗമുള്ളവർ പിന്നെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ തുടക്കങ്ങൾ, അതിൻ്റെ അടയാളങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതിനൊക്കെ ഇല്ലാണ്ടാക്കാൻ ഇത് വളരെ നല്ലതാണ്. നമ്മുടെ ചർമ്മത്തിൻ്റെ ഘടനക്ക് അതൊരു പുനരുജ്ജീവനം നൽകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചർമ്മം ഇത് കഴിക്കുന്നത് കൊണ്ട് തോല് വളരെ ഭംഗി കൂടും അതിന്. അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചറുകൾ, ബോഡി ഹീറ്റുകൾ, ശരീരത്തിലുള്ള ഭയങ്കരമായ ഹീറ്റ്, ചൂട്, അതിനെ കുറക്കാനും വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ
ഒരു ശക്തിയായ ഒരു സിസ്റ്റമായി ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ ശക്തി, എല്ലാ രോഗങ്ങളെ തടയാനുള്ള ഒരു വലിയ ശക്തി അല്ലാഹു തആല നമ്മുടെ ശരീരത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്, വെച്ചിട്ടുണ്ട്. ആ രോഗപ്രതിരോധ ശക്തിക്ക് ആക്കം കൂട്ടാൻ, ശക്തി പകരാൻ വളരെ നല്ലതാണ് ഇത്. വ്രണങ്ങളെ, പുണ്ണുകളെ സുഖപ്പെടുത്താനും വളരെ നല്ലതാണ്. കൂടാതെ ഹാർട്ടിന്റെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. ഈ നമ്മുടെ ഉദരത്തിൽ, വയറ്റിലുണ്ടാകുന്ന ഗ്യാസുകള്, വയറ് വീക്കങ്ങള്, വയറ് വീർക്കലുകള്, ഇവകളൊക്കെ ഇത് കുറക്കും. ഇതിനെ കഴിക്കുന്നത് കൊണ്ട് അവ കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. എങ്കിലും അതിന് ജ്യൂസ് അമിതമായി കഴിച്ചൂടാ. അമിതം ആകരുത് എന്ന് മാത്രം. ഇതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തിനും നാം ഒരു സാധനം നല്ലത് എന്ന് പറയുമ്പോഴേക്ക് അത് അമിതമായി കഴിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു മിതമായ രീതിയിൽ അത് കഴിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടുന്ന വിഷാംശങ്ങൾ, നാം കഴിക്കുന്ന ഭക്ഷണങ്ങളിലും പാനീയങ്ങളിലും ഒരുപാട് വിഷാംശങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും. അത് നമ്മുടെ ശരീരത്തിൽ കുന്നുകൂടുന്നുണ്ട്. ആ വിഷാംശത്തെ പുറന്തള്ളാനും വളരെ നല്ലതാണ് ഈ പീച്ചിങ്ങ. അതേപോലെ തന്നെ നമ്മുടെ ശ്വാസനാളത്തിനും, ശ്വാസ സംബന്ധമായ ശ്വാസം എടുക്കുന്ന നാളം, അതിന് ശ്വാസനാളി എന്നൊക്കെ പറയുന്നില്ലേ, അതിന് വളരെ നല്ലതാണ്. അതിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇന്ന് കൂടുതലായി നമ്മുടെ എല്ലുകളൊക്കെ പൊട്ടുക, ഒടിഞ്ഞു പോവുക, അതിന് ഫ്രാക്ചർ സംഭവിക്കുക, ഇങ്ങനെയൊക്കെ നാം കൂടുതലായി കേൾക്കാറുണ്ടല്ലോ. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്, നമ്മുടെ ജീവിത രീതി ശരിയല്ലാത്തത് കൊണ്ടാണ്. ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ജീവിത രീതി, ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ രീതി മാറിയത് കൊണ്ട് നമുക്ക് ഒരുപാട് രോഗങ്ങൾ നമ്മെ പിടികൂടുന്നു. അപ്പോൾ നമ്മുടെ എല്ലിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. ഇങ്ങനെ നാം സാധാ കഴിക്കാറുള്ള ഈ ഭക്ഷണത്തിൽ തന്നെ, ഭക്ഷണ സാധനങ്ങളിൽ തന്നെ ധാരാളം ഔഷധങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ നാം അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കുട്ടികൾക്കൊക്കെ ഇത് ഒന്നും തീരെ വേണ്ട. തീർച്ചയായും നമ്മുടെ പൊന്നാര മക്കൾക്ക് നാം തീർച്ചയായിട്ടും എപ്പോഴും ഈ പച്ചക്കറികൾ, സബ്സി, തരക്കാരി അത് കൊടുക്കണം. തീർച്ചയായും കൊടുക്കണം, നിർബന്ധമായും കൊടുക്കേണ്ടതാണ്. കാരണം ശാസ്ത്രജ്ഞർ പറയുന്നത് ഓരോ ദിവസവും 40% ഫൈബർ ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ അകത്ത്, വയറ്റിൻ്റെ അകത്ത് കടക്കണം എന്നാണ്. അല്ലാത്ത പക്ഷം ക്യാൻസർ പിടികൂടും എന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. അതുകൊണ്ട് ഈ പച്ചക്കറികൾ, സബ്സി കൂടുതലായി കുട്ടികൾക്കും കൊടുക്കണം, നാമും കഴിക്കണം. ഇത്തരം രോഗങ്ങളെ തടയാൻ വേണ്ടി നാം പരിശ്രമിക്കണം. എവിടെ നോക്കിയാലും, ഏത് ഹോസ്പിറ്റലുകളിൽ പോയാലും അവിടെ കാണുന്നത് നമ്മുടെ സമുദായം വളരെ ഈ രോഗത്തിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ്. അപ്പോൾ അതിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഇത്തരം നല്ല സാധനങ്ങൾ നാം കഴിക്കണം. എപ്പോഴും പറയാറുള്ളത് പോലെ മീന്, മത്സ്യം അത് 1-2 പ്രാവശ്യം ഒരു ആഴ്ചയിൽ കഴിക്കുക. അങ്ങനെ നിർബന്ധമാണ് 3 പ്രാവശ്യം. മാംസം 1 പ്രാവശ്യം കഴിക്കുക. പിന്നീട് കൂടുതൽ ഈ പച്ചക്കറികളും ഫ്രൂട്ടുകളും ഇങ്ങനെ കഴിച്ച് ജീവിതം കഴിച്ച് കൂട്ടാം. എന്നാൽ നമ്മുടെ മനസ്സിന് വലിയൊരു സമാധാനം ഉണ്ടാവും, നമ്മുടെ ശരീരത്തിനും വലിയൊരു സമാധാനം കിട്ടും, രോഗങ്ങൾ ഉണ്ടാവുകയില്ല. അല്ലാഹു തആല നമുക്ക് നല്ലത് ചെയ്യുവാനും, നല്ലത് പറയുവാനും, നല്ലത് കേൾക്കുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ
ഭൂമി മുഴുവനും അല്ലാഹു തആല ഭൂമിയും അത് സംബന്ധമായ അതിനെ ചുറ്റിപ്പറ്റിയുള്ള സമുദ്രങ്ങളും എല്ലാത്തിലും അല്ലാഹു തആല ശാന്തി കൊണ്ട് നിറക്കട്ടെ. എല്ലാ ജനങ്ങൾക്കും, ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ശാന്തി ലഭിക്കട്ടെ. ഈ പ്രശ്നങ്ങളും യുദ്ധങ്ങളും അതൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.